ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്കെച്ചപ്പിൽ എങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്കെച്ചപ്പിൽ യൂസ് ചെയ്യുക സീൻസ് ആണ് യൂസ് ചെയ്യുക. സീൻസ് ഇവിടെ ഡീഫോൾട്ട് ട്രേയിൽ നമുക്ക് കാണാൻ പറ്റും. അഥവാ ഡീഫോൾട്ട് ട്രേ ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് വിൻഡോസിൽ ഡീഫോൾട്ട് ട്രേ നമുക്ക് ഏതാണോ ഇല്ലാത്തത് അത് ടിക്ക് ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ വരുത്താവുന്നതാണ്. ഇവിടെ നമുക്കിപ്പോൾ ഡീഫോൾട്ട് ട്രേയിൽ സീൻസ് ഓൾറെഡി ഉണ്ട്. ഓൾറെഡി ഇല്ലെങ്കിൽ നമ്മൾ വിൻഡോസിൽ പോവുക, ഡീഫോൾട്ട് ട്രേയിൽ പോവുക, സീൻസ് ഓൺ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് എങ്ങനെയാണ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഒന്നിൽ കൂടുതൽ സീനുകൾ ആഡ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് സ്കെച്ചപ്പിൽ ബേസിക് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എനിക്കൊരു വീടിൻ്റെ സിമ്പിൾ ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സീൻ ഞാൻ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സീൻ ആഡ് ചെയ്തു. ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് ആഡ് സീൻ പറഞ്ഞിട്ട് ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോട്ടോ ഈ ഒരു സീൻ ആയിരിക്കും ആഡ് ആയിട്ടുണ്ടായിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വ്യൂ കണ്ടുള്ള ഓപ്ഷൻ കാണാം. വ്യൂവിൽ ആനിമേഷനിൽ ആഡ് സീൻ, അപ്ഡേറ്റ് സീൻ, ഡിലീറ്റ് സീൻ, പ്രീവിയസ് സീൻ, നെക്സ്റ്റ് സീൻ, പ്ലേ. പിന്നെ നമുക്ക് അതിന്റെ സെറ്റിംഗിൽ മാറ്റം വരുത്തണമെങ്കിൽ ആനിമേഷന്റെ സെറ്റിംഗ് മാറ്റം വരുത്താം. അപ്പൊ ഇനി നമുക്ക് ആഡ് സീൻ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഏതിലാണോ ഏത് രീതിയിലാണ് നമുക്ക് വേണ്ടത് ആ രീതിയിൽ നമ്മൾ അതിലേക്ക് മാറ്റി വരുത്തുക. നമുക്ക് ഈ ഒരു രീതിയിലാണ് വേണ്ടിയിരിക്കുക. അപ്പൊ ഇനി ആഡ് സീൻ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ആഡ് സീൻ നിൽക്കുക, അല്ലെങ്കിൽ വ്യൂവിൽ ആനിമേഷനിൽ ആഡ് സീൻ നിൽക്കുക. അപ്പോൾ സീൻ ആഡ് ആയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഈ സീനിൽ തന്നെ നമുക്ക് ഈ ഒരു സീൻ നമുക്ക് വേണ്ടാന്നുണ്ടായിരിക്കുക. ഈ സീൻ നമുക്ക് ആനിമേഷനിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ആ സീനിന്റെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കണ്ട ഇൻക്ലൂഡ് ഇൻ ആനിമേഷൻ അത് ഓൾറെഡി ടിക്ക് ഓൺ ആണ്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ടിക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. അതേപോലെ സീൻ 1 നമുക്ക് ആനിമേഷനിൽ വേണ്ടാന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ഇൻ ആനിമേഷൻ നമുക്ക് ഓഫ് ആക്കി കൊടുക്കാം. അപ്പൊ സീൻ 2 ആയി. ഇനി അടുത്ത സീൻ നമുക്ക് ഈ ഒരു പൊസിഷനിലാണ് വേണ്ടിയിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷനിലാണെങ്കിൽ ഇവിടെ പോവുക, വ്യൂ ആനിമേഷനിൽ ആഡ് സീൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സീൻ ആഡ് ആയിട്ടായിരിക്കും സീൻ 3. ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പൊസിഷനിലാണ് വേണ്ടിയിരിക്കുക. അപ്പൊ വീണ്ടും ആഡ് സീൻ 4 ആയി. ഇനി 5 അഞ്ചാമത്തെ സീന് ഇവിടെ ആയിട്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ആഡ് സീൻ കൊടുത്തു. അടുത്തത് നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് ഇവിടെ ആയിട്ട് ഒരു ആഡ് സീൻ കൊടുത്തു. ഇനി അടുത്തത് കുറച്ചുകൂടി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോയി, വീണ്ടും ആഡ് സീൻ കൊടുത്തു. പിന്നെ ഈ ഒരു ഏരിയക്ക് എത്തി, കിച്ചന്റെ ഭാഗത്തേക്ക് അവിടെ ഒരു ആഡ് സീൻ കൊടുത്തു. ഇനി ഔട്ട് സൈഡിലേക്ക് എത്തി, ഏതാണ്ട് ഇവിടെ ആഡ് സീൻ കൊടുത്തു. നമ്മൾ ടോട്ടൽ ഒരു 9 സീൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പ്ലേ ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പോൾ സീൻ 1 ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സീൻ 1ലേക്ക് പോയി. ഈ സീൻ 1 നിന്ന് സീൻ 2ക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സീൻ 2ക്ക് കൊടുക്കുമ്പോൾ ഒരു ട്രാൻസിഷൻ വരുന്നുണ്ട്. നേരിട്ട് ജമ്പ് ആവല്ല ചെയ്യുന്നത്. അതായത് സീൻ 2 ഞാൻ സീൻ 3ക്ക് പോവാണ്. കാരണം കുറച്ച് ടൈം എടുക്കുന്നുണ്ട് സീൻ 3ക്ക് പോവാൻ. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ വ്യൂവിൽ ആനിമേഷനിൽ സെറ്റിംഗ് കൊണ്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വിൻഡോസിൽ മോഡൽ ഇൻഫോ കൊണ്ടുള്ള ഓപ്ഷൻ എടുക്കുക, അതിൽ ആനിമേഷൻ കൊണ്ടുള്ള ഓപ്ഷൻ. ഈ ആനിമേഷനിൽ 3 സെറ്റിംഗ് ആണ് ഉള്ളത്. എനബിൾ സീൻ ട്രാൻസിഷൻ ഇത് ഓൾറെഡി ഇവിടെ ഓൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സീനിൽ നിന്ന് വേറെ സീനിലേക്ക് പോകുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നത്. അത് ഞാൻ ജസ്റ്റ് ഓഫ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ സീൻ 1 നിൽക്കണം. സീൻ 1 നോക്കിയാൽ സീൻ 1ന്റെ ആ ഒരു ഫ്രെയിം എങ്ങനെയാണോ അതിനനുസരിച്ച് വരും. സീൻ 2 നോക്കിയാൽ 2, 3 ഡയറക്റ്റ് ജമ്പാണ് ആവുന്നത്. അതിന് പകരം ഞാൻ വിൻഡോയില് മോഡൽ ഇൻഫോമില് ആനിമേഷനിൽ എനബിൾ സീൻ ട്രാൻസിഷൻസ്, അതായത് ഒരു സീനിൽ നിന്ന് വേറൊരു സീനിലേക്ക് പോകുമ്പോൾ എത്ര ടൈം എടുക്കണം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇവിടെ 2 സെക്കൻഡ്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. 2ന് വരെ ഞാനിപ്പോൾ 3 സെക്കൻഡ് കൊടുത്തിരിക്കുക. അപ്പൊ ഞാൻ സീൻ 1 നെക്കി അതിൽ നിന്ന് സീൻ 1 നിന്ന് സീൻ 2ലേക്ക് പോകണം. അപ്പൊ കണ്ടോ ഒരു 3 സെക്കൻഡ് ടൈം എടുക്കും സീൻ 2ലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അടുത്ത സീൻ 3 നെക്കിയാൽ സീൻ 2 നിന്ന് സീൻ 3ലേക്ക് ഒരു 3 സെക്കൻഡ്. അതിനാണ് ആ ഒരു ഓപ്ഷൻ എടുക്കുന്നത്. ഏത് വിൻഡോയില് മോഡൽ ഇൻഫോമില് ആനിമേഷനില് സീൻ ട്രാൻസിഷൻ എടുക്കുന്ന ടൈമാണ് 3. ഇനി സീൻ ഡിലേ, അതായത് ഓരോ സീനിൽ നിന്ന് ഡിലേ എത്ര സെക്കൻഡ് വേണമെന്നുള്ളത് അത് മനസ്സിലാവണമെങ്കിൽ ആദ്യം നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. അങ്ങനെ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യൂവിൽ നമുക്ക് ആനിമേഷൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പ്ലേ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലേ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഓരോ വ്യൂവിൽ നിന്ന് പ്ലേ ആവുന്ന കാണാൻ പറ്റും. ഫസ്റ്റ് വ്യൂവിൽ നിന്ന് സെക്കൻഡ് വ്യൂയിലേക്ക് പോയി, അവിടെ 1 സെക്കൻഡ് നിന്നു. ആ വ്യൂവിൽ നിന്ന് അടുത്ത സെക്കൻഡ് വ്യൂവിലേക്ക് ട്രാൻസിഷൻ, അവിടെ എത്ര ട്രാൻസിഷൻ നമ്മൾ കൊടുത്തുള്ള 2 സെക്കൻഡ്, അത്ര 2 പോകും. 3 സെക്കൻഡ് ആണോ അങ്ങനെ ഓരോ ട്രാൻസിഷൻ ഇതിൽ നിന്നും അടുത്ത സെക്കൻഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കണ്ടോ അടുത്തതിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇനി നമുക്കിത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് അതും വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക, അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ വിൻഡോയില് മോഡൽ ഇൻഫോ എടുക്കുക. മോഡൽ ഇൻഫോയില് സീൻ ഡിലേ മാറ്റണമെങ്കിൽ അവിടെ നമുക്ക് 3 സെക്കൻഡ് വേണം കൊടുക്കുക. 3 സെക്കൻഡ് കൊടുത്തു. ഇങ്ങനെ സീൻ 1 ഓൺ ആക്കി അതിനുശേഷം വ്യൂവില്
വ്യൂ ഓപ്ഷൻ എടുത്തു, ആനിമേഷൻ എടുത്തു, പ്ലേ നക്കി കഴിഞ്ഞാൽ ഇനി കണ്ടോട്ടോ ഓരോ സീനിൽ നിന്ന് 3 സെക്കൻഡ് വെച്ചിട്ട് കിട്ടും. അതായത് ഇപ്പൊ ഞാൻ ഫസ്റ്റ് സീനിൽ 3 സെക്കൻഡ് തന്നു, ഇനി സെക്കൻഡ് സീനിലേക്ക് എത്തി, ഇനി വീണ്ടും 3 സെക്കൻഡ് അവിടെ വെക്കുക. അത്ര അധികം കൊടുക്കരുത്, 3 സെക്കൻഡ് കൊടുക്കുന്നത് ഓവറാണ്. അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. അതിനുശേഷം വിൻഡോയില് മോഡൽ ഇൻഫോ എടുത്തു, അതിനുശേഷം ഇവിടെ 1 സെക്കൻഡ് തന്നെ കൊടുത്തു. അതായത് ഇവിടെ 1 സെക്കൻഡ് കൊടുത്തു, ഇവിടെ 2 സെക്കൻഡ് കൊടുത്തു, ഇവിടെ 2 സെക്കൻഡ്, ഇവിടെ 1 സെക്കൻഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു. അതിനുശേഷം പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യൂവില് ആനിമേഷൻ എടുത്തു, അതിനുശേഷം ജസ്റ്റ് പ്ലേ കൊടുത്തു. കണ്ട അപ്പൊ അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇത് നമുക്കിത് സേവ് ചെയ്യണമെങ്കിൽ ഇതൊരു സേവ് ചെയ്യണമെങ്കിൽ ഫയല് എക്സ്പോർട്ട് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ടിൽ ആനിമേഷൻ വന്നിട്ട് നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ സേവ് ചെയ്യാം. ഇപ്പൊ ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്യേണ്ടെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ജസ്റ്റ് സേവ് ചെയ്യാം. ഹൗസ് 3D ആനിമേഷൻ വന്നിട്ട് വേണമെങ്കിൽ സേവ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫ്രെയിംസ് സേവ് ആവുമെന്ന് കാണാൻ പറ്റും. അത് സേവ് ആയതിനു ശേഷം നമുക്ക് ആ വീഡിയോ നമുക്ക് കാണാനും പറ്റും. ഇപ്പൊ നമ്മുടെ വീഡിയോ സേവ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ സീൻസ് വെച്ചിട്ട് ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു ആനിമേഷൻ ഡെസ്ക്ടോപ്പിൽ സേവ് ആയിട്ടുണ്ട്. കണ്ട ആനിമേഷൻ വന്നിട്ടുള്ളത് ഡെസ്ക്ടോപ്പിൽ ചെക്ക് ചെയ്യുക. കണ്ട ആനിമേഷൻ വന്നിട്ടുള്ള ഫയൽ കാണാൻ പറ്റും. അത് ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ആ വീഡിയോ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ട സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആനിമേഷൻ നമുക്ക് സ്കെച്ചപ്പിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും. കണ്ട ഓരോ സീനിൽ നിന്ന് അടുത്ത സീനിലേക്കുള്ള ട്രാൻസിഷൻ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ സീൻ ഡിലേ, ഓരോ സീൻ അതൊന്നും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ആനിമേഷൻ സ്കെച്ചപ്പിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. സീൻസ് ആഡ് ചെയ്യുക. അതേപോലെ സീൻസ് നമുക്ക് ചില സീൻസ് വേണ്ടെന്നുണ്ടെങ്കിൽ ആ സീനിന്റെ അവിടെ ഇൻക്ലൂഡ് ആനിമേഷൻ ജസ്റ്റ് ഓഫ് ആക്കി കൊടുത്താൽ ആ സീൻ നമുക്ക് ആനിമേഷനിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് യൂസ് ചെയ്യുന്നത് വ്യൂവില് ആനിമേഷൻ ടൂൾസ് ആണ് യൂസ് ചെയ്യുക.